ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും പേടിയോട് ഉറ്റുനോക്കുന്നവർ, ജീവനെടുക്കുന്ന രോഗമായി ചിത്രീകരിക്കുന്നവർ. ഇത് ഗുരുതരമായ ഒരു മാനസിക രോഗമാണ്. എടാ, എന്താ പറ്റിയത്? എനിക്ക് താൻ ഈയിടെയായിട്ട് ആകെ മൂടിയാണല്ലോ. എപ്പോൾ നോക്കിയാലും ആരോടും ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്കിരിപ്പോ, ആകെ ആലോചന. എന്ത് പറ്റി? ഒന്നുമില്ലെന്നേ. അങ്ങനെയല്ലല്ലോ. താൻ ആരോടായി പറയുന്നത്? എപ്പോൾ നോക്കിയാലും ആക്റ്റീവായി നടക്കുന്ന ഒരാളായിരുന്നല്ലോ. ഈയിടെയായിട്ട് അങ്ങനെയല്ല. എന്താ പറ്റിയേ? എപ്പോഴും ഒറ്റയ്ക്കിരിപ്പും ടെൻഷനും ആണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുന്നേ. എനിക്കെന്താ മാരകമായ അസുഖമാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് നല്ല തലവേദന. എന്താണെന്ന് അറിയത്തില്ല. തലവേദനയോ? തലവേദനയൊക്കെ ഇതിനകത്ത് മനുഷ്യരുണ്ടോ? എനിക്കും ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് തലവേദന. അതല്ലെന്നേ, ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടതാണ്. തലവേദനയായിട്ടാണ് തുടക്കം. പക്ഷെ ഒരാള് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പം അത് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ ഒക്കെ. എനിക്ക് അതാണ് ആകെ ടെൻഷൻ. എന്ത് ചെയ്യും? എനിക്കാണ് നല്ല തലവേദന. എന്തൊക്കെയാ താൻ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഇങ്ങനെ സ്വയം എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടാതെ തനിക്ക് അത്രയും പേടി, സംശയമൊക്കെ ഉണ്ടെങ്കിൽ വാന്നേ, നമുക്കൊരു ഡോക്ടറെ പോയി കാണാം. അയ്യോ, അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. ഇനി എങ്ങാനും ടെസ്റ്റ് ചെയ്തിട്ട് വല്ല ബ്രെയിൻ ട്യൂമർ ആണ്, എന്ത് ചെയ്യും? ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു ചെറിയ തുമ്മൽ പനിയെ പോലും ജീവനെടുക്കുന്ന രോഗമായി ചിത്രീകരിക്കുന്നവർ. ഇത് ഒരു തരത്തിലുള്ള ആൻസൈറ്റി ഡിസോർഡർ ആണ്. ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും പേടിയോട് ഉറ്റുനോക്കുന്നവർ. ഇത് ഗുരുതരമായ ഒരു മാനസിക രോഗമാണ്. എപ്പോഴും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ അടുത്തു നിന്ന് തനിക്കൊന്നുമില്ല എന്ന റീഅഷ്വറൻസ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ആൻസൈറ്റി കാരണം സാധാരണ ജീവിതം തന്നെ പ്രശ്നത്തിലാകുന്നു. ചിലപ്പോൾ ഇത് വിഷാദം പോലുള്ള അവസ്ഥയിലൊക്കെ കൊണ്ടെത്തിക്കും. ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണാനായി നിർദ്ദേശിക്കുക.